എന്താണ് ഈ വാണ്ടഡ് ടു എന്ന് പറഞ്ഞാൽ? കുറച്ച് വ്യക്തമാക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറയാം. ഷീ വാണ്ടഡ് ടു ഗോ സംവെയർ. ഷീ വാണ്ടഡ് ടു ഗോ സംവെയർ. എന്താണ് വാണ്ടഡ് ടു ഗോ എന്ന് പറഞ്ഞാൽ? അവൾക്ക് എങ്ങോട്ടോ പോകണമായിരുന്നു. അപ്പോൾ ഈ വാണ്ടഡ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യണമായിരുന്നു, പാസ്റ്റിലൊരു കാര്യം, അതായത് അങ്ങനെ ആവശ്യമുണ്ടായിരുന്നു. ഷീ വാണ്ടഡ് ടു. അപ്പോൾ ഏത് സബ്ജക്റ്റുകളുടെ കൂടി നമുക്ക് എന്ത് വെക്കാം? വാണ്ടഡ് ടു എന്ന് പറയുന്ന ആ ഒരു യൂസ് അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചർ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഷീ വാണ്ടഡ് ടു ഗോ സംവെയർ. അവൾക്ക് എങ്ങോട്ടോ പോകണമായിരുന്നു. അപ്പോൾ വാണ്ടഡ് ടു എന്ന് പറയുന്നത് പാസ്റ്റ് ആണ്. ഞാൻ വീണ്ടും പറയുന്നു, ഏത് സബ്ജക്റ്റുകളുടെ കൂടി നമുക്ക് സബ്ജക്റ്റിനനുസരിച്ച് അങ്ങനെ അതൊന്നുമില്ല. ഏത് സബ്ജക്റ്റുകളുടെ കൂടിയും നമുക്ക് എന്ത് വെക്കാം? വാണ്ടഡ് ടു എന്ന് പറയാം. ഐ വാണ്ടഡ് ടു ആസ്ക് എ ക്വസ്റ്റ്യൻ. എനിക്കൊരു ചോദ്യം ചോദിക്കണമായിരുന്നു, ബട്ട് ഐ ഡിഡ്ന്റ്. പക്ഷേ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഐ വാണ്ടഡ് ടു ആസ്ക് എ ക്വസ്റ്റ്യൻ. വാണ്ടഡ് ടു എന്ന് പറഞ്ഞതിന് ശേഷം ആ കാര്യം പറയാം. യു അണ്ടർസ്റ്റാൻഡ്? ദേ വാണ്ടഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദാറ്റ്. അവർക്ക് അതിൽ പങ്കെടുക്കണമായിരുന്നു. അതായത് അങ്ങനെ പങ്കെടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ അവർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. ദേ വാണ്ടഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദാറ്റ് ബട്ട് ദേ ഡിഡ്ന്റ്. അപ്പോൾ അങ്ങനെ വേണമായിരുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഈ വാണ്ടഡ് ടു എന്നുള്ളത് ഉപയോഗിക്കുന്നത്. മൈ ഫ്രണ്ട്സ് വാണ്ടഡ് ടു മീറ്റ് മീ. എൻ്റെ ഫ്രണ്ട്സിന് എന്നെ മീറ്റ് ചെയ്യണമായിരുന്നു. മൈ ഫ്രണ്ട്സ് വാണ്ടഡ് ടു മീറ്റ് മീ. ഐ വാണ്ടഡ് ടു അറ്റൻഡ് ദാറ്റ് പ്രോഗ്രാം. എനിക്ക് ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണമായിരുന്നു. ഇതൊക്കെ പാസ്റ്റിൽ അങ്ങനെ വേണമായിരുന്നു എന്നുള്ളൊരർത്ഥത്തിലാണ് നമ്മൾ വാണ്ടഡ് ടു എന്ന് വെച്ചിട്ട് നമ്മൾ സെൻറ്റൻസുകൾ പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി അടുത്തൊരു കാര്യം എന്താണെന്നറിയോ? ഡിഡിൻ ഹാവ് ടു. വാട്ട് ഈസ് ഇറ്റ്? ഡിഡിൻ ഹാവ് ടു. എന്താ ഡിഡിൻ ഹാവ് ടു? അങ്ങനെ ചെയ്യേണ്ടതില്ലായിരുന്നു. പാസ്റ്റിൽ ഒരു കാര്യം ചെയ്യേണ്ടതില്ലായിരുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഡിഡിൻ ഹാവ് ടു ഉപയോഗിക്കുക. എക്സാമ്പിൾ പറയാം. ഷീ ഡിഡിൻ ഹാവ് ടു വെയിറ്റ് ദെയർ. വാട്ട് ഈസ് ദാറ്റ്? ഷീ ഡിഡിൻ ഹാവ് ടു വെയിറ്റ് ദെയർ. അവളവിടെ വെയിറ്റ് ചെയ്യേണ്ടതില്ലായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യം, ഇറ്റ് വാസ് നോട്ട് നെസസറി. ഷീ ഡിഡിൻ ഹാവ് ടു ആൻസർ ദാറ്റ് കോൾ. അവൾ ആ കോൾ ആൻസർ ചെയ്യേണ്ടതില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടതില്ലായിരുന്നു, പാസ്റ്റിൽ അങ്ങനെ വേണ്ടിയിരുന്നില്ല എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഡിഡിൻ ഹാവ് ടു എന്ന് പറയുന്നത്. You didn't have to cancel your ticket. You didn't have to cancel your ticket. നീ നിൻ്റെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യേണ്ടതില്ലായിരുന്നു, അങ്ങനെ വേണ്ടിയിരുന്നില്ല. അപ്പോൾ പാസ്റ്റിൽ നമുക്ക് അങ്ങനെ വേണ്ടായിരുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഡിഡിൻ ഹാവ് ടു എന്ന് പറയുക. ഏത് സബ്ജക്റ്റുകളുടെ കൂടി നമുക്കത് ഉപയോഗിക്കാം കേട്ടോ, ഡിഡിൻ ഹാവ് ടു.